ിലേക്ക് എത്തിയിരിക്കുന്നു എൻ്റെ സ്വന്തം ചാനലായ ചക്കുവൻ കുഞ്ഞൂസുമായിട്ട്. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വളരെയധികം സങ്കടമുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. നാളെ എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും ലോകത്തുള്ള ഏത് വീട്ടിലേക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാൻ പോകുന്ന അല്ലെങ്കിൽ കടന്നു വരാൻ കഴിയുന്ന ഒരു ദുരന്തമാണ് മരണമെന്നുള്ളത്. അത് നമുക്ക് മാറ്റിമറിക്കാൻ നിങ്ങൾക്കോ എനിക്കോ ഈ ലോകത്തുള്ള യാതൊരു ശക്തിക്കും അസാധ്യമാണ്. എത്ര വലിയ വൈദ്യം പിടിച്ച വൈദികന് പോലും, വൈദ്യം പിടിച്ച വൈദ്യന് പോലും ആ മരണമെന്ന മഹാസത്യത്തെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല. അവർ പോലും ഒരു ഓപ്പറേഷന് കയറുമ്പോൾ വന്നതെന്ന് പറയുക പ്രാർത്ഥിക്കൂ ദൈവത്തിനോട് എന്നാണ്. അപ്പോൾ അതിനർത്ഥം ദൈവം എന്ന മഹാസത്യമാണ്. ആ പ്രാർത്ഥനയ്ക്ക് എത്രയേറെ ശക്തിയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് രാവിലെ വെള്ളിയാഴ്ചയാണ്. രാവിലെ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കണ്ടത് ഒരു മെസ്സേജാണ്. മകൾ UK യിലാണ്. മകളുടെ ഒരു മെസ്സേജാണ് കണ്ടത്. അതിൽ എന്നോട് ആവശ്യപ്പെട്ടത്, അമ്മ, മകളുടെ ഹെഡിൻ്റെ മകൻ 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞു മാലാഖ കുഞ്ഞിന് ക്യാൻസറാണ്. അമ്മ പ്രാർത്ഥിക്കുമോ അവന് വേണ്ടി എന്നോട് ചോദിച്ചു. എൻ്റെ കുട്ടി, അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമോ എന്നാണ് ചോദിച്ചത്. അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമോ അവന് വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഓൾറെഡി ഉടമ്പടിയിലാണ്, അമ്മ പ്രാർത്ഥിച്ചു കൊള്ളാം. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ എടുക്കട്ടെ അവന് വേണ്ടി ഉടമ്പടിയെന്ന്. ഞാൻ പറഞ്ഞു, എടുത്തോളൂ, നീ അവന് വേണ്ടി, കുഞ്ഞിന് വേണ്ടി ഉടമ്പടി എടുക്കാൻ എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കുഞ്ഞിനും മനസ്സ് കൊടുത്തല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുത്തോളൂ, ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചോളാം അമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടത് എന്ന് പ്രൊസീജിയർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു എൻ്റെ കുട്ടി. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനൊന്നേ ഉള്ളൂ, ഇന്ന് കാണുന്ന ആരെയും നാളെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കരുത്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ നാളെ ഉണ്ടാകുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കൂടെ ഇരിക്കുന്ന ഭർത്താവ്, ഭാര്യ, മക്കൾ ഒക്കെ നാളെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. എപ്പോഴാണ് അലകടൽ പോലെ മരണമെന്ന മഹാസത്യം നമ്മളെ തേടി വരുന്നതെന്ന് നമുക്കറിയില്ല. എപ്പോഴാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന വാമഭാഗങ്ങളെ അല്ലെ നമ്മുടെ കൂടെ ഇരിക്കുന്ന മക്കളെയൊക്കെ മരണം വന്ന് റാഞ്ചിക്കൊണ്ടു പോകുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയില്ല. കാരണം ഒരു മരണത്തിന് പകരം കൊടുക്കാൻ, ഒരു ജീവൻ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരല്ല മനുഷ്യരാരും തന്നെ. നമ്മളൊക്കെ കുറവുകളുള്ളവരാണ്. ദൈവമാണ് ഈ ഭൂമിയിലെ ഓരോ ജീവനും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ദൈവം എന്ന മഹാശക്തി തന്നെയാണെങ്കിൽ ആ ദൈവത്തിന് തിരുമുമ്പിൽ നമ്മൾ ശിരസ് കുനിച്ച് നിന്നേ മതിയാകും. ഇവിടെ വന്ന കാലഘട്ടം, ഞാൻ സിംഗപ്പൂരാണെന്നറിയാലോ നിങ്ങൾക്കല്ല. അപ്പം ഞാനിവിടെ വന്ന സമയത്ത് ഒരിക്കലെങ്ങോ തേക്കേ പോയ സമയത്ത് ആരോ ചോദിച്ചു, ഏതാ സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മലയാളിയാണ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവരുടെ ഭാവം മാറി. ഒരു പുച്ഛത്തോടെ ഞങ്ങളെ നോക്കിയിട്ട് ചോദിച്ചു, മലയാളിയോ? പേടിക്കണം. മറ്റുള്ളവർക്ക് പാര വെക്കാനും മറ്റുള്ളവർക്ക് കുറ്റം പറയാനും മാത്രം അറിയാവുന്ന വ്യക്തികളാ മലയാളി അത്രേ. പിന്നെ ഇന്ന് വരെ ഈ നാട്ടിൽ ആരുടെ മുന്നിലും മലയാളിയാന്ന് പറഞ്ഞിട്ടില്ല. നാണക്കേടാ മലയാളിയാന്ന് പറയാൻ. ഇന്ത്യക്കാരിയാന്ന് പറയും, എൻ്റെ രാജ്യം ഇന്ത്യയാണ് എന്ന് പറയും എന്നല്ലാതെ ഒരാളുടെ മുമ്പിലും മലയാളിയാന്ന് പറഞ്ഞിട്ടില്ല. മലയാളിയാണെന്ന് പറയാൻ നാണക്കേടാണ്. സത്യം അതാണ്. കാരണം ഈ യൂട്യൂബ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. യൂട്യൂബ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒന്നാണ്. അത് കേരളത്തിൽ മാത്രമുള്ള ഒന്നല്ല. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ഏത് മനുഷ്യർ എവിടെ ഇരുന്നുകൊണ്ട് യൂട്യൂബ് തുറന്ന് നോക്കിയാലും കാണുന്നത് മറ്റുള്ളവരുടെ സ്വകാര്യ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറേ ആൾക്കാരെയാണ് കാണുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മളൊക്കെ മലയാളികളൊക്കെ കുഴപ്പക്കാരാണ്, മറ്റുള്ളവരെ കുറ്റം പറയാനിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പാര വെക്കാനിരിക്കുന്നവരാണ് എന്നൊരു തോന്നൽ നമ്മൾ തന്നെയല്ലേ മറ്റുള്ള രാജ്യക്കാർക്ക് ഇട്ടുകൊടുക്കുന്നത്? ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ. ഞാൻ ചോദിക്കട്ടെ എല്ലാവരോടും, നമ്മൾ ആരാണ് മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ? നമുക്ക് എന്ത് യോഗ്യതയാണ് മറ്റുള്ളവരെ കുറ്റം വിധിക്കാനുള്ളത്? നമുക്കൊരു യോഗ്യതയുമില്ല ആരെയും കുറ്റം വിധിക്കാൻ. ഈ കുറ്റം വിധിച്ച് ഈ ചാനലുകളിൽ ഇരുന്ന് പറയുന്ന നിങ്ങളൊക്കെ നാളെ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടോ? അല്ലെ നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവൻ നിങ്ങളുടെ കയ്യിലാണെന്ന് ഒരു ഉറപ്പുണ്ടോ? പിന്നെ എന്തിനാണ് ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്? നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ ഒരാടെയെങ്കിലും ഒരു തുള്ളി കണ്ണുനീർ ഭൂമിയിൽ വീഴാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പ് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ദൈവം പഴയ നിയമ പുസ്തകത്തെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്ന പാപകടങ്ങൾ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ 4 തലമുറ കത്തിക്കുമെന്ന്. അതിനർത്ഥം എന്താ?
എൻ്റെ തലമുറ, എൻ്റെ മക്കളുടെ തലമുറ, എൻ്റെ കൊച്ചുമക്കളുടെ തലമുറ, അതിനടുത്ത തലമുറയിലും ഞാനൊരു പാപം ചെയ്തു വെച്ചാൽ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ വരേണ്ടി വരും. ഹിന്ദുക്കളുടെ ആചാരം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, മുസ്ലിങ്ങളുടെ ആചാരവും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിലേക്കൊന്നും ഞാൻ കൈകടത്തുന്നില്ല. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ പഠിക്കുന്നതും ഞാൻ അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. എനിക്ക് എല്ലാവരോടും പറയാനെന്നേ ഉള്ളൂ. ഇന്ന് ലോകത്തിൻ്റെ ഭാഗത്ത് ഏത് ലോകത്ത് നോക്കിയാലും നമുക്ക് പ്രിയമെന്ന് കരുതുന്ന പലരും കേൾക്കുന്നത് ക്യാൻസർ എന്ന മഹാരോഗത്തിൻ്റെ പിടിയിലാണെന്നാണ്. അവർക്കൊരു അവരുടെ വേദനയൊന്ന് കുറച്ച് കൊടുക്കാൻ കുറച്ച് മരുന്ന് കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ ജീവനെ പിടിച്ചു നിർത്താൻ കോടികളുണ്ടെങ്കിലും നമുക്ക് സാധ്യമല്ലല്ലോ. പറ്റുമോ നമ്മളെ കൊണ്ട്? എത്ര കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ജീവന് ഒരു 4 ഘട്ടമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾ പോയി കഴിഞ്ഞു. എത്ര കോടി ചിലവാക്കിയാൽ പോലും ആളെ നമുക്കൊന്നും തിരിച്ചു കിട്ടില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങളോട് എല്ലാവരോടും പറയാൻ എനിക്കൊന്നേ ഉള്ളൂ. ആരെയും ദ്രോഹിക്കാതിരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ജീവിക്കുന്ന കാലം അത്രയും നമ്മൾക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ ചേർത്ത് പിടിച്ചങ്ങോട്ട് ജീവിക്കുക. അവരെയൊക്കെ ഒരുപാടേറെ സ്നേഹിക്കുക. കാരണം ഇന്ന് നമ്മളോടൊപ്പം കഴിയുന്ന വ്യക്തി നാളെ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. മരണമെന്ന സത്യം തേടി വരുമ്പോൾ അവരൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞങ്ങ് പോകും. നമ്മൾ തനിച്ചാകും. ചിലപ്പോൾ ഒരു വേള നമ്മളായിരിക്കും പോവുക, അപ്പോൾ അവർ തനിച്ചായി പോകും. എന്നാലും ജീവിച്ചേ മതിയാവും. ജീവിതം മുന്നിൽ നീണ്ടു പരന്ന് കിടക്കുമ്പോൾ ജീവിച്ചേ മതിയാവും. ഈ ജീവിക്കുന്ന കാലം അത്രയും ദയവായിട്ട് നിങ്ങളുടെ ആരുടെയും വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, ഉപേക്ഷകളിലൂടെ ആരെയും വേദനിപ്പിക്കാതിരിക്കുക. നമുക്കറിയാൻ പറ്റാത്ത, നമുക്കറിയാത്തൊരു വ്യക്തിയെ നമ്മൾ എന്തിനാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പറ്റി എന്തെങ്കിലും അറിയോ? ഞാനിവിടെ വന്നിരുന്ന് ഇത്രയും സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറം ഒന്നും അറിയില്ല. ഞാൻ മെനഞ്ഞാന്നിട്ട ഒരു വീഡിയോ ഒരാൾ വന്ന് പറയുന്ന കേട്ടു, മുഖം കാണിക്കടി നാറി എന്നാണ് പറഞ്ഞത്. മുഖം കാണിക്കാൻ എനിക്കെന്താണ് മുഖം കാണിക്കാൻ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ എൻ്റെ എല്ലാ ചാനലിലെ എല്ലാ കഥകൾ പറയുന്നതിനകത്തും എൻ്റെ മുഖം കാണിക്കുന്നുണ്ട്. എനിക്കാരെയും ഭയമില്ല. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ഭൂമിയിൽ ഒരാളെ മാത്രം ഭയന്നാൽ മതി. ദൈവം ഒന്ന് മഹാശക്തി, ആ മനുഷ്യൻ്റെ മുന്നിൽ മാത്രമേ തലകുനിക്കാൻ പാടുള്ളൂ എന്ന്. അമ്മ പോയിട്ട് ഒരുപാടേറെ വർഷമായിട്ടും അമ്മയുടെ മക്കളെല്ലാം അത് പിന്തുടരുന്നുണ്ട്. ആ മകൻ്റെ മുന്നിലല്ലാതെ ആരുടെ മുന്നിൽ തലകുനിക്കേണ്ട കാര്യമില്ല എന്ന് അമ്മ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയൊന്നുമില്ല. പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്നാലും പിടിച്ചിരിക്കുന്ന കരം ഈ നിൽക്കുന്ന ആടകരമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയക്കത്തുമില്ല. പിന്നെ ആ അമ്മയും അച്ഛനെയൊക്കെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ നാവുകൾക്ക് ഇനിയും ബലം കൂടട്ടെ, കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും അപഹസിക്കാനും. പക്ഷെ ഒന്ന് ഓർക്കുക, ഈ പരിഹസിക്കുകയും അപഹസിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ 4 തലമുറകളെ ഒന്നും കത്തിക്കാൻ വരുന്ന ശാപങ്ങളായി അതൊന്നും മാറാതിരിക്കട്ടെ. എന്നെ എന്നല്ല, കൃപാസനയം എന്നല്ല, ജോസഫച്ചനെ എന്നല്ല, എന്നെ എന്നല്ല, ആരെയും നിങ്ങൾ വിധിക്കാതിരിക്കുക. ആരെയും വിധിക്കാൻ നമ്മൾ യോഗ്യരല്ലെന്ന് ചിന്തിക്കുക. പ്രത്യേകിച്ച് അന്യരാജ്യങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങളുടെയൊക്കെ തല പലപ്പോഴും കുരിഞ്ഞു പോവുകയാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മലയാളിയാണെന്ന് പറയാൻ മടിയാണ് കേട്ടോ. ഒരാളോട് മലയാളിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ മുഖത്ത് കാണുന്ന ഭാവം വേറെയാണ്. വളരെ പുച്ഛത്തിലാണ് അവർ നമ്മളെ നോക്കുന്നത്. മലയാളിയുടെ ഒറ്റ പേര് മാത്രം മറ്റുള്ളവർക്ക് പാര വെക്കാനും മറ്റുള്ളവർക്ക് കുറ്റപ്പെടുത്താനും ഒക്കെ മാത്രം നടക്കുന്ന വ്യക്തികളാണ് മലയാളി എന്നാണ് അവരൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പേരുദോഷം നമ്മുടെ തലയ്ക്കുള്ളിലേക്ക് എല്ലാവരും അങ്ങനെ അല്ലല്ലോ. എല്ലാ മലയാളികളും അങ്ങനെയാണോ? മറ്റുള്ളവരെ കാര്യം അന്വേഷിച്ച് മറ്റുള്ളവർക്ക് പാരയും വെച്ച് മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞിട്ട് നടക്കുന്നവരാണോ എല്ലാ മലയാളികളും? അല്ലല്ലോ. എത്രയോ പേരുണ്ട് അവരവരെ കാര്യം നോക്കി ആരുടെയും കാര്യങ്ങൾ അന്വേഷിക്കാത്ത, സ്വന്തം കുടുംബവും കാര്യങ്ങളും നോക്കി ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. എന്നിട്ടും എല്ലാവർക്കും ഒരുമിച്ചല്ലേ ഈ പെരുദോഷം കേൾക്കുന്ന? മലയാളികൾ എല്ലാം കുഴപ്പക്കാരാണ്, പാര വെക്കാൻ നടക്കുന്നവരാണ്. അങ്ങനെ ഒരു പെരുദോഷം നമ്മളായിട്ട് തന്നെ നമ്മൾക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അന്യരാജ്യങ്ങളിൽ ചെന്ന് നമ്മുടെ പേര് പറയുമ്പോൾ പുച്ഛത്തോടെ നമ്മളെ നോക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് നമ്മുടെ മലയാളി തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാൻ എല്ലാവരോടും ഇന്നത്തെ കാലത്ത് ഏത് രാജ്യത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും 100-ൽ 1 വീട്ടിൽ ക്യാൻസർ എന്ന മഹാരോഗം പെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സങ്കടങ്ങളിലേക്ക് നമുക്ക് ആ സങ്കടങ്ങളിങ്ങനെ നോക്കി നിൽക്കാനേ പറ്റൂ. നമ്മുടെ ഒന്നും ഭവനങ്ങളെ അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. ദൈവത്തെ ഓർത്ത് ആരും വാക്കുകൾ കൊണ്ടൊന്നും ആരെയും മുറിവേൽപ്പിക്കാതിരിക്കുക. ആ മുറിവേൽക്കുന്ന അവരുടെ ഹൃദയത്തിലേക്കുന്ന മുറിവുണ്ടല്ലോ, അവരൊരിക്കലും മറന്നു പോകത്തില്ല. ആ മുറിവിൽ നിന്ന് വീഴുന്ന ചോര കിനിയുമ്പോഴുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ തലമുറകളിൽ ഒക്കെ ശാപമായിട്ട് വരുമെന്ന് എല്ലാവരും മനസ്സിലാക്കുക. അതൊക്കെ ശാപങ്ങൾ എങ്ങനെയാണ് വരിക? ഇങ്ങനെയൊക്കെയാണ് രോഗങ്ങളായിട്ടും ദുഃഖങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും നമ്മളെ കത്തിക്കാൻ വരും. നിങ്ങളൊക്കെ കൃപാസനമ്മയെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരോടും പറയാനൊന്നേ ഉള്ളൂ,
വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊന്നും ആരെയും വേദനിപ്പിക്കാതിരിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും നല്ലതായിരിക്കട്ടെ, എല്ലാവരും നല്ലവരായി ജീവിക്കട്ടെ. ഓരോ മനുഷ്യൻ്റെയും സാഹചര്യങ്ങളാണ് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ സാഹചര്യങ്ങൾ നമുക്കറിയില്ല, അവരെപ്പറ്റി അറിയില്ല. ആരെയും കഴിവതും വിലയിടാൻ പോകാതിരിക്കുക. നമ്മുടെ ലോകത്തിൽ നമ്മുടെ സന്തോഷങ്ങളാണ് നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമുക്ക് പ്രിയമേറിയവരെല്ലാം നമ്മുടെ സന്തോഷങ്ങളാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെയൊക്കെ ചേർത്ത് പിടിച്ചങ്ങ് ജീവിക്കുക. ആരുടെയും മുന്നിൽ തലകുനിക്കാനല്ല, തല ഉയർത്തിപ്പിടിച്ച് ദൈവം എന്ന മഹാശക്തിയുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്ന് നമുക്ക് പറയണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരാളുടെയും കണ്ണുനീർ ഞാൻ കാരണം വീണിട്ടില്ല, ഞാൻ ഒരാളെയും വിലയിടാൻ പോയിട്ടില്ല എന്ന് ആത്മവിശ്വാസത്തോടെ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ നമ്മളായിരുന്നേ മതിയാവത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്.